നമ്മൾ പലരും നമ്മുടെ സ്മാർട്ട് ഫോണുകളിലും മറ്റും സ്ഥിരമായി ഉപയോഗിക്കുന്ന സംവിധാനമാണ് GPS അഥവാ ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം. ഭൂമിയിൽ എവിടെ നിന്നും ഏത് സമയത്തും ഏത് കാലാവസ്ഥയിലും സ്ഥാനവും സമയവും നിർണ്ണയിക്കാനുള്ള നാവിഗേഷൻ സംവിധാനത്തെയാണ് GPS എന്ന് വിശേഷിപ്പിക്കുന്നത്. അമേരിക്കൻ പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള GPS സേവനം ലോകം മുഴുവൻ സൗജന്യമായാണ് നൽകപ്പെടുന്നത്. നമുക്കെല്ലാം സൗജന്യമായി ലഭിക്കുന്നുണ്ടെങ്കിലും GPS-ലെ എല്ലാ കാര്യങ്ങളും അമേരിക്കയുടെ കൈപ്പിടിയിലാണ് എന്നതാണ് സത്യം. അതായത് നമ്മുടെ നാട്ടിലെ ചെറിയ കുഗ്രാമത്തിലുള്ള ചെറുവഴികൾ പോലും അമേരിക്കയുടെ GPS-ലുണ്ട്. പക്ഷേ അമേരിക്കയുടെ GPS-ന് മറുപടിയായി ഇന്ത്യയും സമാനമായ ഒരു സംവിധാനം പുറത്തിറക്കിയിട്ടുണ്ട്. നാവിക് എന്നാണ് ഈ ഗതി നിർണ്ണയ സംവിധാനത്തിന്റെ പേര്. ഇപ്പോൾ GPS-ന് സമാനമായ സേവനം ലഭ്യമാക്കുന്നതിനായുള്ള ഇന്ത്യയുടെ സ്വന്തം വിദ്യയായ നാവിക് അതിന്റെ വിജയത്തിലേക്ക് ഒരു ചുവട് കൂടി മുന്നേറി എന്ന സന്തോഷം നൽകുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. നാവിക്കിന് വേണ്ടിയുള്ള രണ്ടാം തലമുറ ഉപഗ്രഹ പരമ്പരയിലെ ആദ്യ ഉപഗ്രഹം ISRO വിജയകരമായി വിക്ഷേപിച്ചു. NVS-1 എന്ന ഉപഗ്രഹമാണ് വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് GSLV F-12 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. 251 കിലോമീറ്റർ ഉയരത്തിലുള്ള ജിയോ സിങ്ക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിലാണ് ഉപഗ്രഹം സ്ഥാപിച്ചത്. ഇന്ത്യൻ ഭൂപ്രദേശം മുഴുവനും രാജ്യാതിർത്തിക്ക് പുറത്ത് 1500 കിലോമീറ്റർ പരിധിയിലുമാണ് നാവിക്കിന്റെ സേവനം ലഭ്യമാക്കുക. കൂടുതൽ മെച്ചപ്പെട്ട ഗതി നിർണ്ണയ സ്ഥാനനിർണ്ണയ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ISRO NVS പരമ്പര ഉപഗ്രഹങ്ങൾ ഒരുക്കിയത്. ഇതിനോടകം രാജ്യത്തെ മത്സ്യബന്ധന ബോട്ടുകൾക്കും കപ്പലുകൾക്കും വാണിജ്യ വാഹനങ്ങളിലും നാവിക്കിന്റെ വിവിധ സേവനങ്ങൾ ലഭ്യമാണ്. സൈനിക ആവശ്യങ്ങൾക്കാണ് ഇന്ത്യ പ്രധാനമായും നാവിക്കിനെ ആശ്രയിക്കുന്നത്. ചില മൊബൈൽ ഫോണുകളിലും നാവിക് ഇപ്പോൾ ലഭ്യമാണ്. പുതിയ NVS ഉപഗ്രഹങ്ങൾ വരുന്നതോടെ മൊബൈൽ ഫോണുകളിൽ ഉൾപ്പെടെ നാവിക് സേവനങ്ങൾ മെച്ചപ്പെടുത്താനും വിപുലപ്പെടുത്താനും ISROയ്ക്ക് സാധിക്കും. ആദ്യ പരമ്പര ഉപഗ്രഹങ്ങളിൽ ആറ്റോമിക് ക്ലോക്കുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരമായി തദ്ദേശീയമായി നിർമ്മിച്ച ആറ്റോമിക് ക്ലോക്കാണ് NVS-1-ൽ ഉപയോഗിക്കുന്നത്. ഇതോടെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഉപഭോക്താവിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കാനും സമയം കൂടുതൽ കൃത്യമായി കണക്കാക്കാനും ഇതിന് സാധിക്കും. എന്തായാലും ഇന്ത്യയുടെ സൈനിക ആവശ്യങ്ങൾ, സമുദ്ര വ്യോമ ഗതാഗതം, വ്യക്തിഗത യാത്രകൾ, ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾ, സർവേ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇപ്പോൾ വിക്ഷേപിച്ച NVS-1 നിർണായകമാകും എന്നുറപ്പാണ്. ഭാവിയിൽ അമേരിക്കയുടെ GPS-നെ വെല്ലുന്ന സാങ്കേതിക സംവിധാനമായി ഇന്ത്യയുടെ നാവിക് മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.